നമ്മൾ എല്ലാ തവണയും പോലെ സമസ്തയുടെ ഏറ്റവും സ്ട്രോങ് ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസി ഘടകം, അതിൽ UAE ഘടകം വളരെ നിർണായകമായിട്ടുള്ള സമസ്തയ്ക്കും സംഘടനാ സംവിധാനങ്ങൾക്കുമൊക്കെ എപ്പോഴും കരുത്ത് പകരുന്ന ഒരു നല്ല ടീം തന്നെ UAEയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഷുഹൈബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെയും കൊൽക്കത്തയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 12 പേരാണ് അവരിവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. തങ്ങളെ ഇന്നലെ എത്തി അൽഹംദുലില്ലാ. ഞങ്ങൾ കൽക്കത്തയിൽ ദേശീയ സമ്മേളനം എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രവർത്തകർ വളരെ നേരത്തെ അതിന് ഒരുക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്. സംഘടന എവിടേക്ക് വിളിച്ചാലും UAEയുടെ പ്രാതിനിധ്യം അവിടെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ SKSFൻ്റെ 2 ഗ്ലോബൽ സമ്മേളനങ്ങളും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നടത്തിയ സംസ്ഥാന സമ്മേളനത്തിലും ഒക്കെ പങ്കുചേരാൻ UAE എന്നുള്ള പ്രവർത്തകർ വരാറുണ്ട്. ജോലി തിരക്കിനിടയിലും 2 ദിവസം ലീവ് എടുത്തുകൊണ്ടാണ് 12ഓളം പ്രതിനിധികൾ, UAEയിലെ എല്ലാ എമിറേറ്റിൽ നിന്നുള്ള പ്രതിനിധികൾ, അതുപോലെ തന്നെ സീനിയർ നേതാക്കൾ, UAE സുന്നി കൗൺസിലിൻ്റെ പ്രസിഡന്റ് സെയ്ദ് പൂക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണ് കൽക്കത്തയിലെ ഈ സമ്മേളനത്തിൽ എത്തിയിട്ടുള്ളത്. ഈ ദേശീയ സമ്മേളനത്തോടുകൂടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന വൈവിധ്യമാർന്ന പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ UAEയിൽ SKSFനും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന സെൻറ്ററുകളും സാധ്യമായിട്ടുണ്ട്. ഒരുപാട് എല്ലാ എമിറേറ്റുകളിലും ഓരോ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്ററുകളും അതുപോലുള്ള പ്രവർത്തനങ്ങളും ഈ സമ്മേളനത്തോട് സമർപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ സമ്മേളനത്തിന് UAE നാഷണൽ SKSF കമ്മിറ്റിയുടെ വിവിധ സോൺ SKSF കമ്മിറ്റികളുടെ ഭാവുകങ്ങൾ അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ദേശീയ തലത്തിൽ SKSF ഒക്കെ ഇടപെടുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഹാദിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും ഒരുപാട് ഇടപെടലുകൾ ആവശ്യമുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലമാണിത്. അവിടേക്ക് UAE ഒക്കെ പ്രവാസികളിൽ നിന്നൊക്കെ നമ്മളെന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതായത് നമ്മുടെ കേരളീയ മോഡൽ എന്ന ഒരു സന്ദേശം ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നല്ല ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ എല്ലാവരും അനുകരിച്ചു വരിക. ആ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള ഈ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ എഡ്യൂക്കേഷൻ പ്രോജക്റ്റുകളുമായി വളർന്നുപോകും ആദ്യം തന്നെ നല്ലൊരു പിന്തുണ UAEയിൽ നിന്ന് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഷാർജ SKSF കഴിഞ്ഞ ആസാമിൽ നൽകിയിട്ടുള്ള കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ. അതുപോലെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രവാസി സമൂഹത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും മതപരമായ വിദ്യാഭ്യാസപരമായ നവോത്ഥാന മേഖലകളിൽ അർപ്പിച്ചിട്ടുള്ള പിന്തുണ ഇത് വളരെ അനിവാര്യമാണ്. ഇന്ത്യയിലെ എല്ലാ മേഖലകളിലെ സമൂഹവും കേരളീയ സമൂഹം ആർജിച്ചെടുത്ത ഒരു വൈജ്ഞാനിക രാഷ്ട്രീയ വിപ്ലവം അത് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള പിന്തുണ അർപ്പിക്കേണ്ടതുണ്ട്. പ്രവാസം താൽക്കാലികമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഈ സന്ദേശം ഏറ്റെടുക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്നാണ് പറയാനുള്ളത്. ഞാൻ പലപ്പോഴും ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ നമ്മുടെ സമ്മേളനങ്ങളിൽ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമാണ്. കാരണം അവിടെ ജോലി ഉപേക്ഷിച്ച് 1, 2, 3 ദിവസം വലിയ സംഖ്യ ചിലവഴിച്ച് ഇന്ന സ്ഥലത്തേക്ക് എത്തുക, പങ്കെടുക്കുക, ഇത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നൊരു വൈകാരികതയുണ്ട്. അതൊരു സംഘടനാപരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റാണ്. നമ്മുടെ വീട്ടിലെ ഒരു പ്രോഗ്രാം പോലെ നമുക്കിതിനെ കാണാൻ കഴിയുക എന്ന് പറയും. ആ ഒരു മുഹൂർത്തത്തെ ഞാൻ പറഞ്ഞ വാക്കിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വാക്കോടുകൂടി പറയുകയാണെങ്കിൽ ഒരു മനസ്സിലുണ്ടാകുന്നൊരു വേലിയേറ്റം എന്താണ്? തീർച്ചയായിട്ടും റാഷിദ് ഭായ് ചോദിച്ച ആ ചോദ്യത്തിന് വലിയ ഉത്തരങ്ങളുണ്ട്, വലിയ ചോദ്യവുമാണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വൈകാരികത തന്നെയാണ്. സാധാരണ ഒരു പ്രസ്ഥാനത്തിൻ്റെ പരിപാടിക്ക് പോകുന്ന പോലെയല്ല. ഞങ്ങൾ ഇതേപോലെ നാഷണൽ കോൺഫറൻസ് പ്രഖ്യാപിച്ച അന്ന് തന്നെ പല ആളുകളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന വലിയ ആഗ്രഹത്തിൽ ജോലിയൊക്കെ മാറ്റിവെച്ച് ഇതിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചതാണ്. പക്ഷെ പല ആളുകൾക്കും ഇനിയും ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അവരൊക്കെ ലീവ് സംബന്ധമായ കാര്യങ്ങൾ മാത്രം ഉള്ളതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത്. ഏതായാലും സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോൺഫറൻസ്, ദേശീയ കോൺഫറൻസ് വലിയൊരു നാഴികക്കല്ലാവും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. എന്താണ് ഇവിടുത്തെ ഒരു യാത്രയും ഈ സമ്മേളനം? കൊൽക്കത്തയിലൊരു സമ്മേളനം, നമ്മൾ ഡൽഹിയിലും ചെന്നൈയിലും എനിക്ക് തോന്നുന്നത് 5ാമത്തെ കൗൺസിൽ ഉൾപ്പെടെ സമ്മേളനം ഉൾപ്പെടെ 5ാമത്തെ ഒരു മീറ്റാണ് ഇവിടെ നടക്കുന്നത്. കൊൽക്കത്തയിലേക്ക് ഒരു അൽഹംദുലില്ലാ ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഞങ്ങളിവിടെ എത്തിയത്. ദുബായിൽ നിന്ന് ഒരു 1:30 മണിയായിട്ടുണ്ടാവും. അപ്പോൾ തന്നെ പുറത്ത് നമ്മുടെ OP അഷ്റഫ് സാഹിബിൻ്റെയും അതുപോലെ അസ്ലം ഫൈസിൻ്റെയും നേതൃത്വത്തിൽ നല്ലൊരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. തുടർന്ന് ഇവിടെ വന്നപ്പോഴും നല്ലൊരു ഹോസ്പിറ്റാലിറ്റി നാഷണൽ കമ്മിറ്റിയുടെ ഒരു കീഴിൽ നമുക്ക് കിട്ടി. എന്തായാലും ഈ ഒരു സമ്മേളനം നല്ലൊരു വിജയമാവട്ടെ. ഇന്ത്യയിലുടനീളം
സംഘടന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും ഇത് ഉപകരിക്കുമാറാവട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ഏതായാലും നമുക്ക് അടുത്ത സമയങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരിൽ നിന്നൊക്കെ അറിയേണ്ടതുണ്ട്. തൽക്കാലം നമ്മൾ മറ്റൊരു അതിഥിയിലേക്ക് പോകാം.